അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയ ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കഷ്ണം ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് എടുക്കുമ്പോൾ എല്ലില്ലാത്ത ബീഫ് എടുക്കാൻ നോക്കുക, അതുപോലെ തന്നെ കൊഴുപ്പില്ലാത്ത ഭാഗങ്ങൾ നോക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 7-8 വിസിൽ വന്നാൽ മതി. നല്ലോണം വേവേണ്ട ആവശ്യമില്ല. നല്ലോണം വെന്താൽ പിന്നെ അത് രുചി ഉണ്ടാവില്ല, ഉണ്ടാക്കുമ്പോൾ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട്. പിന്നെ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർക്കാം. 1 സ്പൂണ് മുളകും പൊടി ചേർക്കാം, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, പാകത്തിന് ഉപ്പ് നമുക്ക് വീണ്ടും ചേർക്കാനുള്ളതാണ്, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വരാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഞാനിതാ 1.5 സ്പൂണ് എരിവില്ലാത്ത മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് മഞ്ഞൾ, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ട് വേവിച്ചതാണ്, അപ്പോൾ ഉപ്പ് കൂടി പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കാനുള്ളത് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു 4 സ്പൂണ് കോൺഫ്ലവറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി സുറുക്ക ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നമ്മുടെ ബീഫ് വേവിച്ചിട്ട് എടുത്ത വെള്ളമാണ്, ഈ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം കട്ടിയാവും വേണ്ട, നല്ലോണം വെള്ളം പോലെ ആവും വേണ്ട നമുക്ക് ഈ മസാല. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. വെള്ളം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. നമ്മുടെ ബീഫ് ഞാൻ കട്ട് ചെയ്ത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം വീതി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വീതി കൂടിയാൽ കട്ടി കൂടിപ്പോവും. ഇനി നമുക്ക് ഈ സ്പൂണായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് കട്ടായിന്ന് ഫീസറിൽ വെച്ചിട്ട്. അപ്പോൾ അത് അലിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്പൂണായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. അതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് പൊരിച്ചെടുക്കാൻ ചീനച്ചട്ടിയൊക്കെ വെച്ച് ചട്ടിയിലേക്ക് ഞാനിവിടെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം പൊരിച്ചെടുക്കുക. കുറേ സമയം ഇട്ടിട്ട് പൊരിക്കണ്ട, അപ്പോൾ ഇതാകെ ഒരു വരമ്പ് വെക്കും ഈ ബീഫിന്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ ശേഷം ചട്ടിയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റിയായ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണിത്. നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടല്ലേ കൂടുതലും കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി നമ്മളെ വീട്ടിൽ ആര് വരികയാണെങ്കിലും കുറച്ച് ബീഫിൻ്റെ കഷ്ണം കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്.